എനിക്കിപ്പോ പേടിയാണ്. ദേഷ്യപ്പെട്ട് വരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ എനിക്ക് ഭയം എന്നെ സ്നേഹിച്ചു വരുന്ന ആൾക്കാർ. അങ്ങനെ വരരുത്. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമുക്ക് മെന്റലി നമുക്ക് കിട്ടുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പെയിൻ. ആർക്കും വരരുത്. ഇവൻ എന്റെ ശത്രുക്കൾക്ക് പോലും എല്ലാവർക്കും പോലും വരരുതെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ ന്യൂസായിട്ട് വിത്ത് ഫോട്ടോ അടക്കം വരിക. അപ്പൊ നമ്മള് ഒരു രീതിയിൽ തരത്തിലും ബന്ധമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മൾക്ക് എന്റെ കല്യാണമായി എന്ന് പറയാ, ഗോസിപ്സ് വരിക, വേറെ വേറെ ക്യാപ്ഷൻസ് ഇട്ടിട്ട് വരിക. റിയാക്ട് ചെയ്യണമെങ്കിൽ ഇത് എല്ലായിടത്തും നമ്മൾ നടന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു സമയത്ത് നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാ. അവർ നല്ല മൊമെന്റും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല മൊമെന്റും അവരായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി വന്നിട്ട് നമ്മൾ കുറ്റം മാത്രം പറയുമ്പോൾ നമ്മൾ നേർക്ക് നേര് സംസാരിക്കും. പക്ഷെ അത് വേറൊരു സ്ഥലത്ത് ഒരു വേദിയിൽ വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ അതിലൊട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെ. വേണ്ട, അത് രണ്ടുപേരെയും എനിക്കും അത് ഒരു കാര്യങ്ങളും അങ്ങനെ വന്ന് പറയാൻ താല്പര്യമില്ല. കാരണം അവരും എനിക്ക് ദ്രോഹം മാത്രം ചെയ്ത ആൾക്കാരല്ലല്ലോ. എന്നെ സ്നേഹം തന്നിട്ടുണ്ട്. എനിക്ക് നല്ല മൊമെന്റ്സും തന്നിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു ചെറു പുഞ്ചിരിയോടെ മന്ദഹാസത്തോടെ നിത്യവും നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ അപ്സര രത്നാകരൻ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ അപ്സര. ഹലോ. ആയിട്ടിരിക്കുന്നല്ലോ. സുഖമായിട്ടിരിക്കുന്നു. അപ്സര, എന്താ പറയാ, ഒരുപാട് പലതരത്തിലുള്ള ക്യാരക്ടർ റോൾ ആയിക്കോട്ടെ, നെഗറ്റീവ് ഷെയ്ഡ് ആയിക്കോട്ടെ, നായികയായിട്ടായിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്നത് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടണേന്നാണ്. അപ്സര എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഏറ്റവും ആൾക്കാർ എൻജോയ് ചെയ്തിരിക്കുന്നത് അപ്സര ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്സും അതേപോലെ തന്നെ അതിലേറെ കുറച്ചും കൂടെ ഞങ്ങളെയൊക്കെ കുറെ ചിരിപ്പിച്ച ഒരു കോമഡി ക്യാരക്ടർ കൂടിയാണ്. അപ്സര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതിൽ ഏത് ഇമോഷൻ, ഏത് ക്യാരക്ടർ ചെയ്യാനായിരുന്നു? അല്ല, എനിക്ക് ഇപ്പൊ രമി ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാനുള്ള അതിന്റെ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. വളരെ കുറച്ച് പേർക്കല്ലേ അങ്ങനെ കിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് നമുക്ക് എല്ലാ ക്യാരക്ടറും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇപ്പൊ നെഗറ്റീവ് ചെയ്യുന്നത് കുറച്ച് ടഫാണ്. ഇപ്പൊ നായികയേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് വില്ലത്തിക്കാണ്. പിന്നെ അതുപോലെ കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാ. പിന്നെ ക്യാരക്ടർ റോൾസ് ഇപ്പൊ നായികയായിട്ട് ചെയ്യുമ്പോ തന്നെ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് ചെയ്യുമ്പോ തന്നെ അതേപോലെ ക്യാരക്ടർ റോൾ കിട്ടുക എന്നുള്ളതും ഭയങ്കര പാടാ. പക്ഷെ എനിക്ക് എന്തോ ദൈവഭാഗ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ സാധാരണ ഈ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വില്ലത്തി ചെയ്യണവരുടെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടക്കേട് ആണ് എല്ലാരും പറയാ. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ എല്ലാ ക്യാരക്ടറും ചെയ്തോണ്ടായിരിക്കാം ആൾക്കാർക്ക് എന്റെ അടുത്ത് ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു ഇതാ. ഇപ്പൊ പുറത്തു പോകുമ്പോ തന്നെ എല്ലാരും പറയും നമുക്ക് സീരിയലിൽ കാണാൻ ഭയങ്കര ദേഷ്യം വരും, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര പക്ഷെ എനിക്കെന്താ അറിയാം, ഞാൻ ആൾക്കാർ ദൂരം വരുമ്പോ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ചിരിക്കും. എനിക്കറിയാം അവര് വേറൊന്നും പറയാൻ വരികയെന്ന്. അപ്പൊ ഞാൻ അവര് ദൂരം കാണുമ്പോ തന്നെ ചിരിക്കും. അപ്പൊ അവര് അയ്യോ മെൽറ്റാക്കി എടുക്കും ഞാൻ. പക്ഷെ എന്നാലും സാധാരണ സീരിയലുകൾ നമ്മൾ ഭയങ്കര എക്സ്ട്രീം വില്ലത്തികന്മാരെ കാണുമല്ലോ. പക്ഷെ നമ്മൾ അപ്സരനെ കാണുമ്പോ ഒന്നും ആ രീതിയിലല്ല കാണുന്നത്. അപ്സര കുറച്ചും കൂടെ ലൈറ്റ് മോഡിലുള്ള ലൈവായിട്ട്, യെസ്, കുറെ കൂടെ തമാശയും കുറച്ചും കൂടെ ഒരു ഫണ്ണി ആയിട്ടോ അങ്ങനെയാണല്ലോ അപ്സരയുടെ ഓരോ. ആക്ച്വലി ഞാന് ഇപ്പം സാന്ത്വനം ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്ത വില്ലത്തി ക്യാരക്ടർ ഭയങ്കര ഹൈലൈറ്റ്. ഇപ്പം ലൈക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നത് സാന്ത്വനം ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ അതിൽ ചെയ്തത് കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു ബാക്കി നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനോട് തോന്നാത്ത ഒരു ഇഷ്ടം എന്നോട് തോന്നിയത്. കാരണം അതിലെനിക്ക് തന്നൊരു വലിയൊരു മീൻസ് ഒരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ ചിപ്പി ചേച്ചി ആണെങ്കിലും രഞ്ജിത്ത് സാർ ആണെങ്കിലും ഡയറക്ടർ ആദിത്യൻ സാർ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ആണെങ്കിലും സാറാണ് എന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദിത്യൻ സാർ ആണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സാധാരണ സീരിയലിൽ കാണുന്ന പോലെ ഭയങ്കര ഈ കണ്ണൂരിട്ടല് അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംഭവം ഒന്നും വേണ്ട. സാധാരണ നമ്മുടെ നാട്ടിൽ എന്താണോ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചില അമ്മായിമാർ അല്ലെങ്കിൽ ഒരു ആന്റിമാരൊക്കെ ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, ഇച്ചിരി പരദൂഷണമൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇച്ചിരി കുശുമ്പൊക്കെ ഉള്ള, അത് നമ്മൾ അപ്സര കണ്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഈ തനി സീരിയലിൽ കാണുന്ന ഒരു കണ്ണൂരിട്ടല്ലൊന്നും വേണ്ട പറയും. പക്ഷെ എനിക്കും അതാ ഇഷ്ടം. ആക്ച്വലി ഞാൻ ലൈവ് സീരിയൽ ചെയ്തിട്ടുള്ള ഒരാളാണ്.
ഞാൻ ഓക്കെ. കൈരളി ടിവിയില് ആ. കൈരളി ടിവിയില് അതിലെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതെ. ഉം. അതെ. ആ. അപ്പം അത് ലൈവായിരുന്നല്ലേ? അത് ലൈവായിരുന്നു, സ്പോട്ട് ഓക്കെ. ഡബിങ് ആ. ആയിരുന്നു. അപ്പൊ ആ സീരിയൽ ചെയ്തതിന് ശേഷം ഈ പ്രോമിറ്റിംഗ് ഇല്ലാണ്ട് സ്ക്രിപ്റ്റ് പഠിച്ച്, ആ. അപ്പം എക്സാക്ട് സ്ക്രിപ്റ്റ് പറയണ്ട, ആ. നിങ്ങൾ ലൈവായിട്ട് എങ്ങനെ ഈ സീൻ എങ്ങനെ ചെയ്യും, ഓക്കെ. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാനൊരു ട്രെയിനിങ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഓ. അപ്പം അത് ഈ സീരിയൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയി. ആ. ലൈക്ക് അപ്സര ലൈവായിട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പം പ്രോമിറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്റെ രീതിയിൽ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതെ. ഓ. സാധാരണ നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേട്ട് അതേപോലെ ഡെലിവറി ചെയ്യാണ്ട് ഉം. നമ്മുടെ രീതിയിൽ നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്യും ആ രീതിയിൽ ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനിടയിൽ സീരിയൽ വന്നു കഴിയുമ്പോൾ പിന്നെ അടുത്തൊരാഗ്രഹമാണ് ബിഗ് സ്ക്രീൻ എന്നുള്ളത്. ഉം. അതിന് എന്തെങ്കിലും ഒരു ഓഡിഷന് പോവായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്താ? ഞാൻ ഇതുവരെ അങ്ങനെ ഓഡീഷൻ, എനിക്ക് ഭയങ്കര ചമ്മല. എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര പാട്ടല്ലേ? ഞാൻ ഭയങ്കര ഈ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. ആണോ? ആ ഞാൻ ഇത്രയും നേരം സംസാരിച്ച് പരിചയം നല്ല ജിഡുജിഡുജിഡുന്നുണ്ടായിരുന്നു. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി. വളരെ സ്മാർട്ട് എനിക്ക് ആയിട്ടുള്ള ഇങ്ങനെ കുട്ടി. തരണം, ആ. അങ്ങോട്ട് പോവാൻ ഭയങ്കര ചമ്മലാണോ? ഞാൻ ഭയങ്കര എങ്ങനെയാ ചോദിക്കുക? എനിക്ക് ആ ഒരു തോന്നലുണ്ടോ? അത്യാവശ്യം എനിക്ക് കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഇങ്ങനെ ചിപ്പി ചേച്ചിയൊക്കെ തന്നെ ഉം. അങ്ങനെ ഒരു കുറെ ആൾക്കാരായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ. അപ്പൊ എല്ലാരും പറയും അപ്സരയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താ ചോദിക്കാത്തെ. ഉം. അപ്പം എനിക്ക് എന്റെ പൊട്ടത്തരാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിക്കുവേ നമുക്ക് അങ്ങനെ നല്ല സൗഹൃദങ്ങളുണ്ട്, ഉം. പക്ഷെ നമ്മൾ അവരെ പിന്നാലെ നടന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളത് ബുദ്ധിമുട്ടാവോ? മിസ്യൂസ് ചെയ്യാണെന്ന് അവർക്ക് തോന്നുന്നു. ആ. ഒരിക്കലും നമുക്ക് ഉണ്ടാവുന്ന ആ സൗഹൃദങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് അവർക്ക് തോന്നരുത്. അപ്പൊ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ വിചാരിച്ചിരുന്ന വീട്ടിലിരിക്കത്തേ ഉള്ളൂ, ആവശ്യം നിന്റെയാണ് ചോദിക്കണമെന്ന്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് സിനിമ ചെയ്യണം എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അതെ. അപ്പം സാധാരണ സിനിമയിലുള്ളവര്, സീരിയലിലുള്ളവരെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പം. ഉണ്ട് എത്രയെന്ന് ഉണ്ട്. പറഞ്ഞാലും സിനിമ കിട്ടില്ല, സീരിയലുകൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഉം. പക്ഷെ എല്ലാവർക്കും എന്നിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരണം വരണമെന്ന് എന്നുള്ളതുമാണ് ആഗ്രഹം. ആഗ്രഹം. അപ്പൊ ഇന്നിപ്പോ നമുക്കറിയാം എന്തൊരു കോമ്പറ്റീഷനാണ് ഇതിനകത്ത്. ഉം. ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ ചോദിക്കാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഉം. ശരിയാണ്, ടാലന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞൊരു ആളും കൂടിയാണ്. പക്ഷെ എന്നാലും ഇത്ര അധികം തിരക്കും കോമ്പറ്റീഷനും നടക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും കൂടി ഇട്ടില്ലെങ്കിൽ കിട്ടില്ലായിരിക്കാം മേ ബി. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഓഡീഷനും പോയിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ട്രൈ ചെയ്യണമായിരിക്കും. കാത്തിരിക്കയാണ്, വരുമായിരിക്കും ഒരു കോളിനായിട്ട്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു കാത്തിരുന്നോണ്ട് മാത്രം കിട്ടില്ലായിരിക്കാം. ഉം. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുമ്പോ എനിക്കൊരു സിനിമ എന്നൊരു കോൾ വരും. കോൾ വരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ അത് വന്നില്ല. പക്ഷെ വന്നില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനും കൂടി കുറച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എഫേർട്ട് ഇടണം. 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 ഉം. ഇപ്പൊ നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് വരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കും. അപ്പം എഫേർട്ട് ഇടണം എന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ടും ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്യണം. എന്തോ ഒരു ഇന്റർവേർട്ട് ആയതുകൊണ്ട് ആ ഒരു എനിക്ക് ഇതല്ലേ? ഭയങ്കര ചമ്മല. നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങനെ ചോദിക്കുമ്പോ അവര് എന്തെങ്കിലും വിചാരിക്കോ, ആ. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ ചെയ്യണം. ഓക്കെ. അതിന് പറ്റിയ നല്ലൊരു ഗേറ്റ് ഓപ്പൺ ആയി കിട്ടട്ടെ കിട്ടട്ടെ. എന്തായാലും. ഇതിനിടയിൽ പഠിത്തം പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുമില്ല. പറ്റിയിട്ടില്ല. ആ. പിന്നെ പിന്നെ ഇങ്ങനെ തിരക്കുകളായി, തിരക്കായി പോയി. ഒരുപാട് ആ തിരക്കുകൾ വന്നു. പിന്നെ ആദ്യമൊക്കെ ഇഷ്ടം കൊണ്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. ഉം. പിന്നെ അഭിനയിക്കണം, പൈസ കിട്ടുന്ന ആ. വേണം എന്ന് ഉം. ആ ഒരു രീതിയിൽ പിന്നെ തിരക്കുകള് വേണം, തിരക്കുകളിലേക്ക് പോയി. ഒത്തിരി വർക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഫുൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിന്നു. ഓ. അപ്പൊ ഇതിന് പിന്നെ എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? എപ്പോഴാ കല്യാണം ഞാൻ സീരിയലിൽ ഒന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞു. അത് ലവ് മാരേജ് ആയിരുന്നോ? അത് ഫസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു. ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴും പിന്നെയും ആക്ടിങ് ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ഞാൻ ചെയ്തു. കണ്ടിന്യൂ അപ്പം ചെയ്തിട്ടുണ്ട്. അത് തീരുമാനം തന്നെയായിരുന്നു. ചിലര് ലൈഫ് അത് ഞാൻ ഫാമിലി ലൈഫ് ഇതുമായിട്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ആ. ഇതാക്കില്ല. അവിടെ ഞാൻ അതിന്റെ ഒരു സ്പേസ് കൊടുക്കും. ഉം. ഇതിന് വേറെ ഇതായിട്ട് തന്നെ കാണും. ഉം. അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല. കുഴപ്പമുണ്ടായിട്ടില്ല. ഓക്കെ. അതിനുശേഷം പിന്നെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ബിഗ് ബോസിലേക്ക് വന്നതും. ഇതിനിടയിൽ ഇങ്ങനെ ജീവിതം ബിസി ആയിട്ടും ഇഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ എപ്പോഴെങ്കിലും ഒരു ബോറടി പോലെ തോന്നിയിട്ടുണ്ടോ? കാരണം സെറ്റ് ടു സെറ്റ് ഓടുന്നു, ക്യാരക്ടർ ടു ക്യാരക്ടർ അനദറിലേക്ക് ഓടുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പം ഇതൊന്നും അല്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമയും കിടക്കുന്നുണ്ട്. ഉം, ഞാൻ എത്തുന്നോടത്ത് എത്തിപ്പെട്ടിട്ടില്ലല്ലോ. ഉം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇതൊന്നും വേണ്ട, ഉം. വിട്ടേക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ ബിസി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഉം. ഇപ്പം അയ്യോ എനിക്ക് ഭയങ്കര തിരക്കാ, എനിക്കൊന്ന് വീട്ടിലിരുന്നാ മതി എന്ന് ഒത്തിരി ആൾക്കാരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ എനിക്കൊന്ന് വീട്ടിലിരുന്നാ മതി, എത്ര ദിവസമായി ഷൂട്ട് ചെയ്യണേ. ഉം. പക്ഷെ എനിക്ക് അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് പ്രശ്നം.
എനിക്ക് എല്ലാ ദിവസവും എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് എല്ലാ ദിവസവും ആക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ ചില ദിവസം ക്ഷീണം തോന്നില്ലേ? ക്ഷീണം തോന്നും, പക്ഷെ റെസ്റ്റ് എനിക്കിഷ്ടമാണ്. ആണ്. റെസ്റ്റ് എനിക്കിഷ്ടമാണ്. എടുക്കാൻ വീട്ടിലിരിക്കണമെന്ന് തോന്നില്ല. തോന്നിയിട്ടേ ഇല്ല. എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോൾ അഭിനയമൊക്കെ നിർത്താം. ഉം. അത് ഒരിക്കലും ഞാൻ ബിസി ആയതുകൊണ്ടല്ല. ഉം. അത് വേറെ ഒരു മാനസികമായിട്ടൊരു വേറൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടപ്പോൾ വേണ്ട ഇനി എനിക്ക് അതാ പറഞ്ഞത്, എനിക്ക് മരിക്കുന്നവരെ ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഓ. പക്ഷെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോൾ വേണ്ട ഇനി ആക്ടിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം, എല്ലാം സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ എൻ്റെതായ മാത്രമായ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കുറച്ച് നാൾ ഞാൻ ഇങ്ങനെ മാറി. പക്ഷെ പിന്നെ ഇപ്പൊ വീണ്ടും ആക്റ്റീവായി. ആക്റ്റീവായി. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഐ മീൻ അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നീടും ഇതുപോലെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് നിന്നു. പിന്നീടും രണ്ടാമതും വേറൊരു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. എല്ലാവർക്കും നിങ്ങൾ അന്ന് ജോയിൻ ചെയ്തപ്പോൾ അത് വീണ്ടും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങൾ തമ്മിൽ വന്നു. ആ ഒരു ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ സിനിമ, ആക്ടിങ് ഇതൊക്കെ കൊണ്ടുപോകുന്നതും അതാ നമ്മുടെ മറ്റേ പേഴ്സണൽ ലൈഫാണ് അല്ലേ? പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. ആക്ച്വലി നമ്മള് ഏതാണേലും നമ്മളത് ഈക്വലി മാനേജ് ചെയ്യാൻ അതിനൊരു നാക്കുണ്ട്. അത് നമ്മൾ കേപ്പബിൾ ആവണം എന്നും എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഫാമിലി കൊണ്ടുപോവാനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ടറായിട്ട് ആക്ടിങ് പ്രൊഫഷൻ കൊണ്ടുപോകണേലും അതിൻ്റെതായിട്ടുള്ള ഇതിലേതാണ് അപ്സരയ്ക്ക് കൂടുതലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക? അല്ല, ഞാൻ രണ്ടും ഒരു ഭാരമായിട്ട് കണ്ടിട്ടില്ല. ഈവൻ അഭിനയിക്കാനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ എനിക്ക് ചെയ്യേണ്ട എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും, അങ്ങനെ ചെയ്യും. ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം ഇപ്പം എൻ്റെ അപ്പം എനിക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഫാമിലി ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. പക്ഷെ കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ചില മാറ്റി വെക്കേണ്ടി വരും. അതെ, എൻ്റെ compromise ഇഷ്ടം ചെയ്യണം കോംപ്രമൈസ് ചെയ്യേണ്ടി പലപ്പോഴും. വരും. Yeah, പക്ഷെ ഞാൻ അതിന് വില്ലിങ് ആണ്. ആണ്. ഞാൻ കോംപ്രമൈസിങ് ഭയങ്കര വില്ലിങ് ആണ്. പക്ഷെ അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴേ നമ്മളെ എല്ലാരും മനസ്സിലാക്കുന്നില്ല. നമ്മളെ ആരും ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയപ്പോഴാണ് നമ്മൾ ലൈഫിൽ കുറെ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞ എന്റെ കാര്യമാണ്. ഞാൻ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അഭിനയിക്കേണ്ടതും ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരെ എനിക്ക് അഭിനയം എന്നുള്ളത് പാഷൻ മാത്രമായിരുന്നു. പിന്നെ അതെന്റെ ഒരു ആവശ്യം കൂടിയായി. ലൈക്ക് ഞാനിപ്പോ ചെയ്യുന്ന ജോലി അതാണ്. ആ ജോലി ചെയ്താലേ എനിക്ക് സാലറി ഉണ്ടാവുള്ളൂ. സാലറി ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ ഫാമിലി റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനൊരു ഒരു ആവശ്യത്തിലേക്ക് മാറി. അപ്പം ഒപ്പം തന്നെ എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തും. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അറിഞ്ഞ് കണ്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നൊരു തോട്ട് വന്നു. അപ്പം പല കാര്യങ്ങളും ഇങ്ങനെ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. ചിലർ പറയും നമ്മുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോണെങ്കിൽ നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മുടെ പാരന്റ്സ് എല്ലാവരും പണ്ട് മുതലേ ഇവരെല്ലാവരും പറയുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും എത്ര നാളെന്ന് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും ഒരു ലിമിറ്റ് ഇല്ലേ? ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളും സാധാരണ മനുഷ്യരല്ലേ, നമുക്കും വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പൊ അങ്ങനെ ഒരു പോയിന്റില് എപ്പോഴോ അപ്സരയും ഫെഡപ്പ് ആയിട്ടുണ്ടാവണം അല്ലേ? ലൈക്ക് അത് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് കൂടുതൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട് ഒരാളാ. ഞാൻ ഒരു 16-ാമത്തെ വയസ്സിലെ സീരിയലിൽ അഭിനയിക്കുന്നേ. അന്ന് തൊട്ട് ഇതുവരെ ഇപ്പൊ ഉള്ള സമയം വരെയും എൻ്റെ ആ ഒരു ലൈഫ് ജേർണിയിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഞാനാ. ഒരിക്കലും ഞാൻ എൻ്റെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കുകയോ അവരെ ഡിപ്പെൻഡ് ചെയ്യുകയോ ഒന്നുമില്ല. അത് തൊട്ട് ഇതുവരെ ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കുകയും ആ പൈസയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് വേണമെന്ന് തോന്നി സമയത്തും അവരെ ലൈഫിലേക്ക് എടുത്ത സമയത്തും ഇപ്പൊ എൻ്റെ ഒരു ഫാമിലി അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് വിചാരിച്ച് അത് ഞാനും ഏറ്റെടുക്കുകയും പിന്നെ അതൊരു പർട്ടിക്കുലർ എത്തിയപ്പോഴത്തേക്കും ഞാൻ മാത്രം ആയി. ലൈക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നു. പക്ഷെ അന്നും ഞാനത് മാനേജ് ചെയ്തു. കുറേ ആയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് എന്താണെന്നൊരു ചിന്ത നമുക്കൊരു കുറേ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചിന്ത വരും. മടുപ്പല്ല, എനിക്ക് സങ്കടമാണ് വന്നത്. ലൈക്ക് സ്റ്റിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഒരിക്കലും
മടുത്തിട്ടില്ല. വിഷമമായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സങ്കടം വരുമ്പോൾ പറയും എന്തുകൊണ്ടാണ് ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് തിരിച്ച് അങ്ങനത്തെ ഒരു സാധനം വരുന്നത്. വരാത്തത്. അതിപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് ഞാൻ സീരിയസ്ലി പറയും, ഞാൻ ഇടുന്ന എഫേർട്ടിന്റെ എന്ത് കാര്യത്തിലും, അത് ആക്ടിങ്ങിലാണെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും ഞാൻ ഭയങ്കര എന്റെ 100% കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല, എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. പക്ഷെ അതെനിക്ക് തിരിച്ചെത്രത്തോളം എന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു 45% പോലും കിട്ടിയിട്ടില്ല. ഒരു കാര്യത്തിലും കിട്ടിയിട്ടില്ല. അപ്പൊ അത് ചിലപ്പോ നമുക്ക് തോന്നും അല്ലെ, ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ചിന്തിക്കണത് എന്താ വെച്ചാല്, ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് വെച്ചാല് മേ ബി അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴും പല കാര്യങ്ങളും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. ആദ്യം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഉഫ് എനിക്കിനി ഇനി പറ്റൂല, ഇനി ഒരെണ്ണം കൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് വലിയൊരു എന്റെ ലൈഫിൽ എനിക്ക് ഒട്ടും എന്ത് വന്നാലും എനിക്ക് നേരിടാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട്. സീരിയസ്ലി എനിക്കിപ്പം 29 ആണ് എൻ്റെ ഏജ്. ഇപ്പം എനിക്ക് 29. ഇപ്പം ഈ ഏജിൽ ഞാൻ പറയാണ്, എനിക്കിനി എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും എല്ലാവരെയും പോലെ തന്നെ ഞാൻ കരയും, സങ്കടപ്പെടും. പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ സ്റ്റോപ്പായി പോവില്ല. ഞാൻ പിന്നെ വീണ്ടും മുന്നോട്ട് പോകും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇപ്പൊ ഉണ്ടായി. ലൈഫ് നമ്മളെ ഓരോന്നും അയ്യോ, പഠിപ്പിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു പോയിട്ടുള്ള ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ്, സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും, ഒരാൾക്കും ഉണ്ടാവരുത്. ഒരാൾക്കും. കാരണം നമുക്ക് മെന്റലി കിട്ടുന്ന ട്രോമ അല്ലെങ്കിൽ മെന്റലി കിട്ടുന്ന സ്ട്രഗിള് ലൈഫിൽ നമുക്ക് വേറെ എന്തും ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ മാനസികമായിട്ട് നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാ അപ്സരയുടെ കൂടെ ആരുണ്ടായിരുന്നു? ഫ്രണ്ട്സ് ഉണ്ടോ അതോ അമ്മ? എല്ലാരും ഉണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷേ ഞാനായിട്ട് ഉണ്ടാക്കിയ കുറെ പെയിനുകളുണ്ട്. ഞാൻ വിശ്വസിച്ച് പോയതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ പെയിന്, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ പെയിന്, അതെനിക്ക് വേറെ ആരെയും കൊടുക്കാൻ പറ്റില്ല. ഞാൻ തന്നെ അനുഭവിക്കണം. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം രമി ചേച്ചി എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് ഇങ്ങോട്ടൊരു വിഷമം ഉണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറയും. 1-2 തവണ നമ്മൾ സംസാരിക്കും. പക്ഷെ അവർക്ക് ആ പോട്ടെ എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെയിൻ ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പം ഞാൻ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഉറക്കം ഇല്ലാതിരുന്നിട്ടുണ്ട്, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു 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 മൊമെന്റ് എത്തിയ സമയത്ത് എനിക്ക് എൻ്റെ റൂം വിട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പബ്ലിക്കിനെ പോലും എനിക്ക് ഇഷ്ടമല്ലാതായിട്ടുണ്ട്. എനിക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടമല്ല. എൻ്റെ റൂമിനകത്ത് മാത്രം എനിക്ക് ഇരിക്കണം എന്നൊരു സിറ്റുവേഷനിലായിപ്പോയി ഞാൻ. പക്ഷെ പിന്നെ വീണ്ടും അപ്പൊ അത് പിന്നെ സ്വയം തന്നെ ഓക്കെ, ഞാൻ ഇനി ഇങ്ങനെ ഇരുന്നാ പോരാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങണം, അങ്ങനെ സ്വയം തോന്നിയിട്ടാണോ ഇറങ്ങിയത് അതോ ഫ്രണ്ട്സോ ഫാമിലിയോ അവര് എല്ലാരും നിർബന്ധിച്ചിട്ടാണോ? സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും നിർബന്ധിച്ചിട്ടില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഒക്കെ കൂടെയുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്നാലും എനിക്ക് ലൈഫ് ജീവിക്കണമെങ്കിൽ വിചാരിക്കണം. അതാ ഞാൻ പറയണത്. ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബാക്കിൽ ഒരാളുണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നീ വീട്ടിലിരുന്നോ, നിന്റെ ബാക്കി എത്ര നല്ല നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, നമ്മുടെ ബേസിക് കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പൊ നമ്മൾക്ക് മണി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് എനിക്കത് ഉണ്ടാവണമെങ്കിൽ ഞാൻ വീട്ടിലിരുന്നാ പറ്റൂല. എത്ര സങ്കടം ഉണ്ടെങ്കിലും, എത്ര സ്ട്രഗിളിലാണെങ്കിലും, ഞാൻ എത്ര ഡൗൺ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഇരുന്നാ പറ്റൂല. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് ഫ്രണ്ടിൽ അഭിനയിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ ഇതാക്കി, ഞാൻ പിന്നെ അത് ലൈക്ക് മരണം എനിക്ക് മുന്നിലേക്ക് വന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇത് പോയേ പറ്റൂ എന്ന് ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പഠിച്ച് പിന്നെ വന്നു. പക്ഷെ ഇപ്പൊ ഒരു പരിധി വരെ ഞാൻ ഇപ്പൊ അതാ പറഞ്ഞത്, ഇനി എനിക്ക് വലിയൊരു പണ്ടൊക്കെ നമുക്ക് ചെറിയൊരു കാര്യം വരുമ്പോ തന്നെ എനിക്ക് പറ്റൂല, ഇനി അത് മുന്നോട്ട്. ഇപ്പം ഞാൻ വിചാരിക്കാം വരട്ടെ പണ്ടാരോ എന്ത് വന്നാലും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നല്ല, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പോലെ ഇനി എൻ്റെ ലൈഫിൽ ഒന്നും വരാനില്ല. അപ്പൊ ഇനി എന്ത് വന്നാലും ഇതിനെക്കാട്ടിലും ലൈറ്റ് ആയിരിക്കും അത്, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പം എല്ലാവരെയും പോലെ തന്നെ കരയും, സങ്കടപ്പെടും, ചിലപ്പം കുറെ നാള് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, കുറെ ട്രോമകളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാലും വീണ്ടും പഴയതുപോലെ ആവുമല്ല എന്നൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ആയിട്ടുണ്ട്.
ഉം. പറഞ്ഞു കേൾക്കണേക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് അതെ കുറച്ചും കൂടെയാണ്. അതെ. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് രമി ചേച്ചി. കാരണം അത്രമാത്രം ഡൗൺ ആയി പോയിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റൂല, മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഓക്കെ ആയി. അപ്പം ഇനിയിപ്പോൾ എന്ത് വന്നാലും ചിലപ്പോൾ ഇനിയും കരയുമായിരിക്കും, ഡൗൺ ആവുമായിരിക്കും, ഉം. ട്രോമയിൽ പോവായിരിക്കും. പക്ഷെ എന്നാലും മുന്നോട്ട് വരും. മുന്നോട്ട് വരും ഉം. എന്തായാലും. അപ്പോൾ ഇപ്പോൾ അപ്സര പറഞ്ഞു ഇത്തരത്തിലുള്ള സ്റ്റേജസിൽ നമ്മൾ ചിരിച്ച് നമ്മൾ ഫിനാൻഷ്യൽ സൈഡും കൂടെ നോക്കി നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉം. അങ്ങനെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഉം. ഞാൻ കോമഡി ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, കാരണം ഈ ആർട്ടിസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫ് ഉണ്ട് അല്ലേ? അതെ. അപ്പം ആ പേഴ്സണൽ ലൈഫിൽ എല്ലാവരുടെയും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എപ്പോഴും ചിരിച്ചിട്ടൊന്നും ആയിരിക്കില്ല. ഉം. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന, വേദനിപ്പിക്കുന്ന, ഉം. ടെൻഷൻ അടിപ്പിക്കുന്ന പല കാര്യങ്ങളും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവാറുണ്ട്. ഉം. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ജോലിക്കാർക്കാണെങ്കിൽ ഇത്രയും മെന്റൽ സ്ട്രെസ് വരുമ്പോൾ എന്തെങ്കിലും മേ ബി വേണ്ട ലീവ് എടുക്കാം, ഉം. മാറിയിരിക്കാം, ഉം. അല്ലെങ്കിൽ ഒരു യാത്ര പോവാം, ഓരോരുത്തരുടെ സാഹചര്യം. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ ആ ക്യാരക്ടറായേ പറ്റൂ, ഉം. അവിടെ മറ്റുള്ളവരെ ചിരിപ്പിക്കണമായിരിക്കാം, ഉം. അങ്ങനെ ഒരു അല്ല വില്ലത്തിരി നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണമായിരിക്കാം. ഉം. അപ്പം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്രയും പെയിൻ ഇരിക്കുമ്പോൾ ഉം. ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാന്ന് പറയണത് അത്ര ഈസിയാണോ? ഈസി അല്ല, ഒട്ടും ഈസി അല്ല. കാരണം നമ്മള് ഒന്നാമത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്സര അങ്ങനെ ചെയ്തിട്ടുണ്ടോ അയ്യോ ഈ അത് സിറ്റുവേഷനിലൂടെ? അയ്യോ ഒത്തിരി. അതിലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറെ നാള് മാറി നിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മാറി നിന്നാ പറ്റില്ല. ഉം. എനിക്ക് ലൈഫിൽ ജീവിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആ രീതിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാളില്ല. അപ്പം ഞാൻ തന്നെ പോയേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോ, പക്ഷെ അപ്പോഴും ആ സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആ ഒരു പെയിൻ, നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ആ അഭിനയിക്കുന്ന സമയത്തും ആ ഒരു വിഷമം. അപ്പൊ അതെങ്ങനെയാ? അപ്പൊ ആ ഡയലോഗ് പഠിക്കുക, ഡയലോഗ് പ്രസന്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ടൈം എടുക്കുവോ? ഇല്ല, ടൈം എടുക്കില്ല. കാരണം അപ്പൊ നമ്മൾക്ക് കമ്പയർ ചെയ്യും. ലൈഫിൽ മുന്നോട്ട് പോണോ അല്ല സങ്കടം വന്ന് വീട്ടിലിരിക്കണോ? ഈ ഓക്കെ. സംഭവം രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പറയും ഉം. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, സങ്കടം ഇവിടെ ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം മര്യാദയ്ക്ക് പോയി അഭിനയിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ പിന്നെ ആ ഒരു സാധനം ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യും. ചെയ്യും. ചെയ്യാൻ പറ്റും അല്ലേ? നിർബന്ധിതരാവും നമ്മള്. ഉം. അത് വേറെ ആരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. നമ്മൾ സ്വയം ഉള്ളിന്റെ ഉള്ളിന്ന്. ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ചെയ്തേ പറ്റൂ. ഉം. വേറെ ആളില്ല. ഉം. നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ. എനിക്ക് ഞാനേ ഉള്ളൂ. നമ്മൾ ചെയ്യണം. അത് വേറെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ബാക്കി എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല. കാരണം ചേച്ചി ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാത്ത അലിഗേഷൻസ് എപ്പോഴും മീഡിയാസിൽ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കുറേ അലിഗേഷൻസ്, അല്ലാതെ ഫാമിലി പരമായിട്ട് കുറേ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ പ്രൊഫഷണലി ഉള്ള പ്രശ്നങ്ങൾ, അല്ലാതെ ബാക്കി കാര്യങ്ങൾ, എല്ലാ ടൈപ്പിലുള്ള ട്രോമയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എല്ലാ ടൈപ്പിലുള്ള ട്രോമയിലും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം അപ്സര ഭയങ്കര മോശപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാൽ ഞാൻ എഗ്രി ചെയ്യില്ല. ഞാൻ ഒരിക്കലും എഗ്രി ചെയ്യില്ല. കാരണം എനിക്കറിയാം എൻ്റെ ക്യാരക്ടർ. ഞാൻ അത്ര മോശമായിട്ടുള്ള ഒരാളല്ല. ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒപ്പം നിൽക്കുന്നതിന് ആരാന്നേലും ഞാൻ ഒരിക്കലും ഇപ്പം എൻ്റെ സൗഹൃദമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ ഒരാളെ ഇങ്ങനെ എനിക്ക് നാളെ ഭാവിയിൽ ഗുണം ചെയ്യും ആ രീതിയിൽ ഞാൻ ഒരിക്കലും ഒരു ഒരു ബന്ധം റിലേഷൻഷിപ്പും ഉണ്ടാക്കിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഒപ്പം നിൽക്കുന്ന അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഞാൻ കൂടെ കൂട്ടിയാൽ അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ എന്തും ഞാൻ മാറ്റിവെക്കും. ഞാൻ അവർക്ക് വേണ്ടി എന്തും ഇൻവെസ്റ്റ് ചെയ്യും. പട്ടിപ്പണിയെടുക്കും. എനിക്ക് അതിൽ ഒരു ഇതുമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് നെഗറ്റീവ്സും ഉണ്ട്. Yeah. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങനെയല്ലേ? പറയണം അപ്സര ഭയങ്കര ഭയങ്കര സൂപ്പറാ, അപ്സരയ്ക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടാവും. അറിയാം. ഉം. എനിക്ക് അറിയാം. ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം കഴിഞ്ഞ ഒരാളേ അല്ല. എനിക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ ആസ് എ പേഴ്സൺ ഞാൻ എന്നെ വിലയിരുത്തുന്നത് എനിക്ക് കുറേ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. ഉം. പിന്നെ എല്ലാവർക്കും നെഗറ്റീവ്സ് ഉള്ള പോലെ എനിക്കും ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ആരെയും ഞാനായിട്ട് ദ്രോഹിക്കാൻ പോകുന്ന ഒരാളല്ല. ഉം. അല്ലെങ്കിൽ മനഃപൂർവ്വം ഇന്ന ആളെ ഞാൻ ദ്രോഹിക്കണം, അല്ലെങ്കിൽ പിന്നാലെ നടന്നവരെ വേദനിപ്പിക്കണം, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. പിന്നെ എല്ലാ മനുഷ്യരെയും പോലെ ആദ്യമൊക്കെ കുറേ നമ്മൾ സഹിക്കും, വിഷമിക്കും. പിന്നെ ഒരു പരിധി എത്തുമ്പോൾ ഇങ്ങോട്ടൊരു 50 പ്രാവശ്യം പറയുമ്പോൾ ഒരു തവണയെങ്കിലും റിയാക്ട് ചെയ്യാറുണ്ട്. ഉം. ആഹ് ഉം
പിന്നെ ഒരു 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 കുറേ നാള് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച പോലൊരു ഫീലായിരുന്നു എനിക്ക്. ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആ ഒരു ഒഴുക്കിനൊത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു ഒരു മൊമെന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തേ, അല്ലെ എനിക്ക് വേണ്ടി ഞാൻ എന്താ ഉണ്ടാക്കി, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര കാലം ഞാൻ എന്താ ആയത്, എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഇതില്ലാണ്ടായിപ്പോയി. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അത് ചെയ്യണം എന്നൊരു ആ ഒരു തോട്ടിലേക്ക് എത്തി ഇപ്പൊ. പക്ഷെ അത് എത്തിപ്പെടുക എന്ന് പറയണത് അയ്യോ. അത്ര ഈസി അല്ല. അല്ല, അങ്ങനെ വരരുതെന്നാ ഞാൻ പറയാ. അങ്ങനെ വരരുത്. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതാ ഞാൻ പറയാം, നമുക്ക് മെന്റലി കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പെയിനാ. അത് നമ്മളിനി എത്ര, അയ്യോ എനിക്ക് നമ്മളിങ്ങനെ ഓരോ വന്ന വഴികളും ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ അത്ര ഈസി അല്ല അത്. അത് വരരുതെന്നാ ഞാൻ പറയാ. അത് ആർക്കും വരരുത്. ഇവൻ എന്റെ ശത്രുക്കൾക്ക് പോലും, എല്ലാവർക്കും പോലും വരരുതെന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത്തിരിയെങ്കിലും ചെറിയ വിഷമം വരുമ്പോ തന്നെ പെട്ടെന്ന് ഞാൻ ഒരുപാട് ആണോ? ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര, അങ്ങനെയും അതായപ്പോ അങ്ങനെയും കൂടി ആവുമ്പത്തേക്ക് നമ്മള് വല്ലാണ്ട് ഞാൻ പെട്ടെന്ന് സ്നേഹിക്കുവേ, സ്നേഹിക്കുകയും ചെയ്യും അതുപോലെ. പെട്ടെന്ന് സ്നേഹിക്കും. ഉം. ഇപ്പം രമി ചേച്ചി എൻ്റെ അടുത്ത് ഭയങ്കര കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ കുറച്ച് മാറിട്ടോ, എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ ചേച്ചിയാ, എൻ്റെ ചേച്ചി ഞാൻ അങ്ങനെ കൊണ്ട് നടക്കും. പിന്നെ ചേച്ചിക്ക് എന്ത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. ഉണ്ടാവും. ഞാൻ അങ്ങനെ നടക്കും. പക്ഷേ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, ഉം. ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ കുറെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് എൻ്റെ ആവശ്യമാണ്. ഉം. അവരെന്നെ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അവർ തിരിച്ച് എനിക്ക് നിൽക്കണമെന്നില്ല. കുറെ കഴിയുമ്പോൾ അവർ ആദ്യമൊക്കെ എൻജോയ് ചെയ്യും. പിന്നെ അവർക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള വേറെ വേറെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ കിട്ടുമ്പോൾ അവർ അതിന്റെ പിന്നാലെ പോകും. പക്ഷെ അപ്പം ഞാൻ ഭയങ്കര പെയിനും ആവും. അയ്യോ, ഞാൻ ഇവരെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ലാസ്റ്റ് അവർക്ക് എന്നെക്കാളും ബെറ്റർ വേറെ കിട്ടിയപ്പോൾ അവർ പോയില്ലേ എന്നൊരു ചിന്ത വരും. പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ എന്നെ ആരാണോ സ്നേഹിക്കുന്നത് അവരെ തിരിച്ച് സ്നേഹിക്കാം. അല്ലാതെ ഫ്രണ്ട്ഷിപ്പിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഒത്തിരി എല്ലാ റിലേഷൻഷിപ്പിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒരു 40% പോലും തിരിച്ച് തിരിച്ചു കിട്ടാത്ത കിട്ടിയിട്ടില്ല. ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മളിലേക്ക് ചോദിക്കില്ലേ, അപ്പൊ ഞാൻ ഇത്രയും സ്നേഹമല്ലേ കൊടുക്കുന്നത്, ഉം, ഞാൻ ഇത്രയും അവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവരെ ലവ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, ഉം. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നെ? സോ ഞാൻ ഇനി ചെയ്യുന്നു, ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൂച്ചവെള്ള അല്ല, പിന്നെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചേനെ പോലെ നമ്മൾ ഇപ്പറ ട്രൂ ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയും നമ്മൾ ഇവരുടെ കൂടെ അങ്ങ് നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു നമുക്ക് തോന്നുമല്ലേ ഡൗട്ട്. ഇപ്പൊ അതാ സിറ്റുവേഷൻ. ഇപ്പൊ എന്താന്ന് വെച്ചാ എനിക്ക് എല്ലാരും ഡൗട്ടാ. ഡൗട്ട് ഇൻ ദ സെൻസ്, മനസ്സിലായി. ആരെന്റെ അടുത്ത് ഇപ്പം ജെന്യൂൻ ആയിട്ട് ഒരാൾ സ്നേഹിക്കാൻ വന്നാലും ഞാൻ നമ്മള് ഓവർ, അപ്പൊ എല്ലാരും പരാതി പറയും. എന്തിനാണ് ബാക്കിയുള്ളവരെ വെച്ച് നമ്മൾ compare അങ്ങനെ അല്ല. ഉം. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, അതൊരു പ്രിക്കോഷൻ ആണ് ഉം. എൻ്റെ ലൈഫിൽ. ഞാനിപ്പം ഒരു സ്റ്റെപ്പിൽ എനിക്ക് ഒരു പണി കിട്ടി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടി, ഇനി ഇവരും അങ്ങനെ ആയിക്കൂടാൻ നമുക്ക് നിർബന്ധവും ഉം. ഇല്ലല്ലോ. ഉം. നമുക്ക് ആരെയും ഒന്നും പറയാൻ പറയാൻ പറ്റില്ല, പറ്റില്ല. മനുഷ്യനാണ്, എപ്പോ വേണേലും മാറാം. ഉം. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ നമുക്ക് ദോഷം വരുന്ന ചിന്തിക്ക് പോലും അവർ ചെയ്യില്ല എന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും നമുക്ക് വേണ്ടി ഏറ്റവും വലിയ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ കരയേണ്ടി വരുന്ന ഒരു സാധനം ചെയ്ത് വെച്ചിട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാ എത്ര സ്നേഹിച്ച് എൻ്റെ അടുത്ത് വന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് രമി ചേച്ചി, ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പം എല്ലാവരെയും ഇപ്പൊ ഞാൻ ആ ഒരു രീതിയിലേക്ക് ആരുമായിട്ട് ഓവർ അടുക്കില്ല. മാനസികമായിട്ട് ഞാൻ അടുക്കില്ല. അടുക്കില്ല. ഞാൻ ലിമിറ്റ് എപ്പോഴും വെക്കും. ഇപ്പൊ ആരെന്റെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിച്ചു വന്നാലും ഞാൻ പറയും, സ്വയം മനസ്സിൽ വിചാരിക്കും നാളെ ഇവര് പോവും, ഓവറായിട്ട് എടുത്ത് മനസ്സിൽ വെക്കണ്ട. അവിടെ ഒരു ഒരു അവരിങ്ങോട്ട് എന്ത് തരുന്നോ അത് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനത്തെ ഒരു സ്റ്റാൻഡിലാണിപ്പോ. പക്ഷെ അപ്സരയ്ക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോഴും മുന്നോട്ടുള്ള ഇത് കാണുമ്പോഴും ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണോ? അതോ ചിലർക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പാർട്ട്ണർ വേണം, എനിക്ക് മനസ്സ് തുറക്കാൻ, എൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ, എനിക്കൊന്ന് തോളി ചാരാൻ ഒരാള് അങ്ങനെ വേണമെന്നും ചിലർ ആഗ്രഹിക്കും. അപ്സരയ്ക്ക് എങ്ങനെയാ? എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാ. ആണോ? അയ്യോ, എനിക്ക് ഒട്ടും പറ്റാത്ത ഒരാളാ. എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ സിനിമ കാണാൻ പോയി ഒറ്റയ്ക്കാന്ന് പറയാം. അപ്പൊ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒരു മൂവി കാണാൻ പോവാ, ഒറ്റയ്ക്ക് ഒരിടത്ത് ഫുഡ് കഴിക്കുക. ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ മേ ബി ഫുഡ് പോലും കഴിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാം. എനിക്ക് എന്റെ ഇമോഷൻസ് ആണെങ്കിലും ഞാൻ കാണുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ ഒരു കമ്പാനിയൻ വേണം എന്ന്
ഉണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരാൾ വേണം. എന്നെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പാമ്പർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഒരാൾ, ഒരാൾ. എനിക്കൊരാൾ വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും സീരിയലിൽ അഭിനയിക്കുന്ന കാര്യമായിക്കോട്ടെ, ലൈഫിലെ ഓരോ ഡിസിഷൻസ് വരുമ്പോഴും ഒറ്റയ്ക്കൊരു തീരുമാനം ഇന്നുവരെ എടുത്തിട്ടില്ല. തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാറുണ്ട്. ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമുക്കൊരു കൂടെ ഭയങ്കര വിഷമം വരുന്ന സമയത്ത് ഏറ്റവും ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം വേറെ തന്നെയാണ്. ഇനി ലോകത്ത് ആര് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു വിഷമം വരാൻ, നമുക്ക് ഒരു സന്തോഷം വരുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുവേ, നമ്മുടെ എന്ന് പറഞ്ഞൊരാള് അതിന്റെ ഏറ്റവും ഫ്രണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊരു ഞാൻ moment. അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാ. അപ്പം അതൊക്കെ എനിക്ക് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ലൈഫാണ്, നമുക്ക് ഒരു സാധനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം. അത് നമ്മൾ ഇനി നല്ലതായാലും മോശമായാലും അതിൽ കൂടെ പാസ് ചെയ്ത് പോയേ പറ്റൂ. പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ആ ഒരു ഇതിലാണ്. മേ ബി ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഭാവിയിൽ എപ്പോഴെങ്കിലും ദൈവം ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആഗ്രഹിക്കുന്നതൊക്കെ ചിലപ്പോൾ കൊണ്ട് കൈ തരുമായിരിക്കാം. ചിലപ്പോൾ അത് ആഗ്രഹമായിട്ട് മാത്രം ഇങ്ങനെ മാറുമായിരിക്കാം. അറിയില്ല. അതെ, അറിയില്ല. പക്ഷെ എന്നാലും ഒരു ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഐ മീൻ യു ആർ ഇല്ല, അങ്ങനെ അങ്ങനൊരു വെയിറ്റിംഗ് അല്ല. സംഭവിച്ചാൽ സംഭവിക്കട്ടെ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വെറുക്കുന്നില്ല, ഇഷ്ടമാണ്. ഇഷ്ടമാണ് എനിക്ക് ആ ഒരാള്, അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്ത്, അല്ലെങ്കിൽ ഇവൻ എന്റെ പാരന്റ്സ് ആണെങ്കിൽ പോലും. ഇപ്പൊ അമ്മയാണ്, നമുക്ക് എല്ലാം ഇപ്പം എന്റെ അമ്മയോട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പം എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, എനിക്ക് എല്ലാം അവളോടൊപ്പം നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെ വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പൊന്നും അല്ല. ഞാൻ അത് അപ്സരയുടെ തന്നെ ഏതൊരു ഇതിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. നമുക്ക് ആരെയും മനസ്സ് തുറന്ന് നമുക്ക് ഒന്ന് കണ്ടു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? പെട്ടെന്ന് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. അതെ. നമുക്കത് തോന്നും, ഓ ഇയാള് ഒരു മണിക്കൂർ നമ്മുടെ കൂടെ സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു മാസം നമ്മുടെ കൂടെ സംസാരിക്കുമ്പോൾ എന്ത് നല്ല നൈസ് പേഴ്സൺ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു മനുഷ്യനെയും നമുക്ക് ഒരു ദിവസം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ നമുക്ക് ചിലവരെ മനസ്സിലാക്കാൻ അറിയാൻ പറ്റില്ല. പറ്റില്ല. അതൊക്കെ നമ്മുടെ ലക്കും നമ്മുടെ തലവരെയാണ്. അതെ, നമുക്ക് നല്ലത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരിക. അതെ, അല്ലേ? അതെ. അത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു ആഹ്, ഒരു കമ്പാനിയനിലേക്കൊന്നും പെട്ടെന്നൊന്നും പോവരുത് അയ്യോ, എന്നുള്ളത്. അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കാം. ഞാൻ ഒരിക്കലും എന്റെ ഈ വക കാര്യങ്ങൾ ഇന്റർവ്യൂസ് കാണുമ്പോൾ കുറെ ആൾക്കാർ എന്തിനാ ഇങ്ങനെ വിഷമമുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ വിഷമം പറഞ്ഞതല്ല. ഇപ്പൊ ഞാൻ പോയൊരു കാര്യം, എനിക്ക് നെഗറ്റീവ് പറ്റിയൊരു കാര്യം, അല്ലെങ്കിൽ എന്റെ ഒരു മോശം കാര്യം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഇനി ഒരാൾ വരുമ്പോ എനിക്കും അത് പറ്റിയില്ല. അപ്പം ഇനി വേറൊരാൾ വരുമ്പോൾ അയ്യോ, അവർക്കും അത് സംഭവിച്ചിട്ടുണ്ട്, ഇതേ സെയിം കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്, അപ്പൊ നാളെ എനിക്ക് സംഭവിച്ചൂടെ, അപ്പൊ ആർക്കെങ്കിലും അങ്ങോട്ട് മാറാൻ പറ്റുന്നെങ്കിൽ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നതാ. മീൻസ് ഇപ്പൊ രമേശ് ചേച്ചി പറഞ്ഞ പോലെ, എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ. ഇപ്പം എന്തൊക്കെ നമ്മൾ നിർത്തിയാലും, എത്രയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എത്രയൊക്കെ ആൾക്കാരെ കൂടെ നിർത്താൻ നോക്കിയാലും, എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും, എത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്താലും, അതൊരു ലക്കും കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ച് കിട്ടണം. അതെ. അത് തിരിച്ചു കിട്ടണം, അതൊരു ഭാഗ്യം. എത്ര എന്ന് പറഞ്ഞാലും. കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരിക്കലും അതിപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോ എൻ്റെ ഫാമിലിയോ എൻ്റെ പാർട്ട്ണറോ ആരും പറയില്ല ഞാൻ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരാളാണ്, അവരെ കെയർ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പം പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ലക്ക് ഒരു സാധനമുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭാഗ്യമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചൊരു മേഖലയിൽ എത്തപ്പെടാൻ പറ്റി. ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളുള്ളിടത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ, ഇപ്പം പുറത്തു പോയ ഒരു 100 പേരുള്ള ഒരു സ്ഥലത്ത് പോയാൽ അതിൽ എന്തായാലും ഒരു 50 പേര് തിരിച്ചറിയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ 7th പഠിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. പിന്നെ ഞാനും അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അന്ന് തൊട്ട് എൻ്റെ 16ാമത്തെ വയസ്സിലാണ് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നത്. അന്ന് തൊട്ട് ഇതുവരെയും എല്ലാ കാര്യങ്ങളും എന്നെ ഒന്ന് മോൾഡ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്നെ ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ ഒരാളില്ല.
അത് എനിക്ക് തന്നെ ഡയറക്റ്റ് വരും. ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആണ് പോയി. അപ്പൊ ഇതുവരെ എത്തി എന്തായാലും. ഇതുവരെ എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ലൈഫില് നല്ലത് സംഭവിക്കാൻ ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് സംഭവിക്കട്ടെ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാ ഞാൻ ഭയങ്കരായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ ഇപ്പം എന്നോട് സ്നേഹം കാണിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിശ്വസിക്കുമായിരുന്നു. ഉം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അങ്ങനെയല്ല. നമ്മുടെ ലൈഫ് നമ്മളെ എനിക്കിപ്പോ പഠിപ്പിക്കും. പേടിയാണ്. എനിക്കിപ്പം ഉം. എന്റെടുത്ത് ദേഷ്യപ്പെട്ട് വരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ എനിക്ക് ഭയം എന്നെ സ്നേഹിച്ച് വരുന്ന സ്നേഹിക്കുന്നവരെ. ആൾക്കാര്. ഭയങ്കര പേടിയാ. അത് വിശ്വാസക്കുറവല്ല, പേടിയാണ്. കാരണം അതെ. എന്റെ അടുത്ത് ഒരാൾ ദേഷ്യപ്പെട്ടാ, എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഉം. പക്ഷെ എന്റെ അടുത്ത് സ്നേഹം കാണിച്ചാ എനിക്ക് അവരെ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും. പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അവരെ പിന്നെ വേറൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. പിന്നെ അവർക്ക് വേണ്ടി ജീവിക്കുകയും എല്ലാം അല്ല. മാറ്റിവെച്ച് അങ്ങ് നിക്കും. പക്ഷെ എല്ലാരും നല്ലതല്ലല്ലോ. ഉം. എല്ലാ മനുഷ്യന്മാരും നല്ലതല്ലല്ലോ. അപ്പം അതെ. ഇപ്പം 2 പാർട്ട്‌നേഴ്സ് എന്റെ ലൈഫിൽ വന്നു പോയപ്പോഴും രണ്ടിടത്തുനിന്നും അപ്പൊ കിട്ടിയത് ഒരേപോലെ തന്നെയുള്ള ഒരു ഇതാണോ? അല്ല അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണോന്ന് ചോദിച്ചാ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള പോലെ ആഹ് ഇപ്പം നമ്മൾ തന്നെ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഒന്നിലിതായി നമ്മൾ അവിടെ എന്താണ് നമ്മൾ സെൽഫിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമല്ലോ. ഉം, എനിക്ക് എന്തുകൊണ്ടായിരിക്കാം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. ഉം, ഓക്കെ, എന്റെ ഭാഗത്തു നിന്നുള്ള ഉം, ഞാൻ അത് മാറണം. ഉം, അപ്പൊ നമ്മളൊരു അടുത്തൊരു ന്യൂ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കും. ഉം, ഇനി അത് റിപ്പീറ്റ് ചെയ്യാതെ ഉം, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്കും ഞാനും കുറെ മാറാം ഉം, എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആരാണേലും നെക്സ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഉം. പക്ഷെ അവിടെയും നമുക്ക് അതാ നിൽക്കുന്നത് വീണ്ടും അത് നമ്മളിലേക്ക് തന്നെ മാറ്റാൻ പറ്റാതെ വന്നു പോകുന്ന എന്തെങ്കിലും പാകപ്പിഴകളാണോ? ഉം. അതോ അതൊന്നും അല്ലാതെ ചിന്തിക്കാതിരിക്കുന്ന വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ വീണ്ടും സംഭവിക്കുന്നത്? അല്ല എന്റെ ലൈഫില് ഒരിക്കലും സിമിലർ ആയിട്ടുള്ള റീസൺസ് അല്ല. അല്ല. വ്യത്യസ്ത ച്ചാ രണ്ടും 2 റിലേഷൻഷിപ്പിനെ കുറിച്ചും ഞാൻ ഇതുവരെ ഒരു മീഡിയയിലും വന്നിട്ട് എനിക്കത് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യാ. കാരണം ഇപ്പൊ ഞാൻ പറയുമ്പോ എപ്പഴും ഞാൻ എന്റെ ഭാഗം മാത്രമേ അതെ. പറയുള്ളൂ. അതെ ആരാണേലും എല്ലാരും അങ്ങനെ അങ്ങനെയല്ലേ? തന്നെയാ. പക്ഷെ ഞാൻ പിന്നെ ചിന്തിക്കുന്നത് ഞാൻ കുറെ അങ്ങനെ കണ്ടിട്ടുണ്ടേ. അപ്പൊ എല്ലാരും എന്നെ ചോദിക്കും അപ്സരയെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ട് എന്താ അപ്സര റിയാക്ട് ചെയ്യാത്തേന്ന്. പക്ഷെ എനിക്കത് പറ്റൂല. എനിക്ക് ഭയങ്കര വിഷമം വരും. എന്ന് വെച്ചാ ഒരു മൊമെന്റില് അല്ലെങ്കിൽ ഒരു 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 സമയത്ത് നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാ. ഉം. ഞാൻ അങ്ങനെ കെയർ ചെയ്തിട്ടുള്ള ഒരാൾക്കാരാ. അപ്പൊ അവരെ പറ്റി അവര് നല്ല മൊമെന്റും എനിക്ക് തന്നിട്ടുണ്ട്. ഉം. അവരെന്നെ സ്നേഹിച്ചിട്ടുമുണ്ട്. എനിക്ക് നല്ല മൊമെന്റും അവരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി വന്നിട്ട് നമ്മൾ കുറ്റം മാത്രം പറയുമ്പോ ഏഹ്, നമ്മള് നേർക്ക് നേര് സംസാരിക്കും. പക്ഷെ അത് വേറൊരു സ്ഥലത്ത് ഒരു വേദിയിൽ വന്നിരുന്ന് പറയുമ്പോ ഞാൻ അതിലൊട്ടും ഹാപ്പി ഉം. ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരെ. ഉം. ഏഹ്, അത് വേണ്ട. അത് ഉം. രണ്ടുപേരെയും എനിക്കും അത് ഒരു കാര്യങ്ങളും അങ്ങനെ വന്ന് പറയാൻ താല്പര്യമില്ല. അവരും കാരണം അവര് എനിക്ക് ദ്രോഹം മാത്രം ചെയ്ത ആൾക്കാരല്ലല്ലോ. ഉം. എന്നെ സ്നേഹവും സ്നേഹിച്ചിട്ട് തന്നിട്ടുണ്ട്. സ്നേഹവും തന്നിട്ടുണ്ട്. ഉം. എനിക്ക് നല്ല മൊമെന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടും പറയണം. ഉം. അതെ. അതെ. പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതെ. അപ്പൊ അത് അങ്ങനെ തന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ ഇത് കാരണം നമ്മുടെ ഇത് അവരുമായിട്ട് സെറ്റ് ആവുന്നില്ല. അതെ. പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ തമ്മിലുള്ള ഒരു ഇത് അണ്ടർസ്റ്റാൻഡിങ് എന്തോ എവിടെയോ അത് മാച്ച് ആവുന്നില്ല. ആഹ് അല്ലേ? അതുകൊണ്ടാണത് അല്ല മാറിപ്പോകുന്നു ഇപ്പൊ എന്നുള്ളത്. നമ്മള് കൊറേ കാര്യങ്ങൾ ഇതാക്കിയാലും നമ്മൾ ആഗ്രഹിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട്. ആസ് എ പേഴ്സൺ അത് നമ്മള് കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ ശരിയാക്കി എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷനായി. അപ്പൊ ഇനി വേറെ ആം, വീട്ടുകാരെ നോക്കണം, നാട്ടുകാരെ നോക്കണം. നമുക്കൊരു ലൈഫ് ഉണ്ട്. അപ്പം നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു ഒരു കുറെ ആകുമ്പോഴേക്കും നമ്മൾ 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 ഫെഡപ്പ് ആവും. ജീവിക്കുന്നത് ഒരു കാര്യമില്ല. ഉം, ഇതുകൊണ്ടൊരു കാര്യമില്ല. ഒന്നുകിൽ നമുക്കിത് ഇങ്ങനെ തുടർന്ന് പോവാം. ഉം. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇവിടെ നിന്നോണം. ഇവിടെ ഉം. നിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ആ ഒരു ലൈൻ പിടിച്ച് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും എന്താ പ്രശ്നമില്ലാത്ത രീതിയിൽ വിട്ട്. വിട്ട് മാറി നിക്കാം. പിന്നെ ഒരു രീതിയിലും ദ്രോഹിക്കാൻ ഞാൻ പോവൂല. ഉം. എന്നെയും ദ്രോഹിക്കരുത്. അത്രേ ഉള്ളൂ. ഉം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി വഴക്കിട്ട് ഏം, മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദനിച്ച് പോണേക്കാൾ നല്ലത് അതെ. 2 വീട്ടിലും രണ്ടുപേരും. നിക്കുന്നതല്ലേ. അതെ. അഹ് തീർച്ചയായിട്ടും. അത് ഹാപ്പി ആയിട്ട് എടുത്തൊരു ഡിസിഷൻ അല്ല. ഉം. കാരണം എനിക്ക് അവര് വേണംന്നുണ്ട്. ഉം. പക്ഷെ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ല. പറ്റണില്ല. പറ്റുന്നില്ല. ഉം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തു. ഉം. എന്നിട്ടും പറ്റുന്നില്ല. പറ്റുന്നില്ല. അപ്പൊ പിന്നെ
ഉം. വിഷമത്തോടെ ആണെങ്കിലും ശത്രുക്കളായിട്ട് ഇരിക്കുന്നതിലും ഭേദം. ഭേദം ഉം. ശത്രുക്കളുടെ അല്ലേ, ഇപ്പൊ ഒരു ചിലപ്പം നമ്മളൊരു വീട്ടില് ഇപ്പം നമുക്ക് മെന്റലിയും ഫിസിക്കലിയും കിട്ടുന്ന വേദനകൾ നമുക്കൊരു കുറേ നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കത് ഉം. പറ്റില്ല. അത് നമുക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോഴേക്കും പിന്നെ അതാണ് ഒന്നുകിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോകണം, പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത്, അങ്ങനെ ഒരു ലൈൻ പിടിച്ച് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ തീരെ പറ്റുന്ന സിറ്റുവേഷൻ വരുമ്പോൾ മാറി നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. ഉം, മാറി. ഉം. ഈ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് ഉം, ഇങ്ങനെ, കാരണം നമ്മൾ പല ആർട്ടിസ്റ്റുകളുടെയും കേട്ടിട്ടുണ്ട് ഉം, ബിഗ് ബോസിന് പോയതിന് ശേഷം വന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞ് പലരെ നമ്മൾ ഉം. കേട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് പോയി വരുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെടുവാണോ, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു നമ്മുടെ ഇമേജിനെ ബാധിക്കുന്നുണ്ടോ ഈ ഷോയിൽ പോയത് കൊണ്ട്? ഉം. അങ്ങനെ എന്തെങ്കിലും അപ്സരയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചില ആർട്ടിസ്റ്റുകൾ വന്നിട്ട് റിവീൽ അല്ല ചെയ്തിട്ടുണ്ട് അല്ല, ഒരിക്കലും. അങ്ങനെ ഉണ്ടായ അതെ. ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ എന്റെ ലൈഫിൽ അതൊരിക്കലും അല്ല. അല്ല. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ഞാൻ പോയതിന് ശേഷം എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ ഒരു നെഗറ്റീവ് ഇമേജ് അല്ല. കൊടുത്തിട്ടില്ല. ആ. എല്ലാവരുടെ മനസ്സിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് ചെയ്തിട്ട്. കുറച്ചെങ്കിലും ദേഷ്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ പോലും ആ ദേഷ്യം മാറി സ്നേഹമായി. ഉം. ലൈക്ക് എന്റെ റിയൽ ക്യാരക്ടർ ഞാൻ അവിടെ കാണിച്ചതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഉം. ദിവസം കഴിച്ച് ഉം. ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ഫാമിലി ലൈഫായിട്ട് അതിന് യാതൊരുവിധ ബന്ധവുമില്ല. ബന്ധമില്ല. ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും അതൊരു അതൊരു ഷോയാണ്. ഉം. അത് ഒരു 3 മാസം കഴിഞ്ഞാൽ കഴിയുന്നൊരു ഷോയാണ്. അതെ. അതും പക്ഷെ എന്റെ ഫാമിലി ലൈഫായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് സംഭവിച്ചുന്നേ ഉള്ളൂ. പക്ഷെ ആ പക്ഷെ ഷോയായിട്ട് അതുമായിട്ട് കണക്ഷൻ ഒന്നും അല്ല. ചില ഒരിക്കലുമില്ല. ആൾക്കാർ പറഞ്ഞ് അതിനകത്ത് പോയൊരു പലരുടെയും നമ്മളിങ്ങനെ ആ അനുഭവം ചിലപ്പോ അവർക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും എന്ന് നമുക്കറിയാം. പക്ഷെ ആ. എന്റെ ലൈഫിൽ എനിക്ക് ആ ഷോയുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല, ലൈക്ക് എന്റെ ഫാമിലി ലൈഫും ആ ഷോയുമായിട്ട് ഒരു ഒരു ബന്ധവുമില്ല. ബന്ധമില്ല. എനിക്ക് അങ്ങനെ ഷോ വന്നു, ഞാൻ പോയി, ഞാനായിട്ട് അവിടെ നിന്നു. ഉം. 78 ഡേയ്സ് അവിടെ നിന്നു. ഉം. തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഉം. ഫാമിലി ലൈഫ് അത് വേറെ വേറെ തന്നെയാണ്. ഞാൻ തന്നെ. ഇതുമായിട്ട് ഒരിക്കലും മിക്സ് മിക്സ് ചെയ്തിട്ടില്ല. അത് ചെയ്തില്ല. വേറെ തന്നെയാണ്. അത് പോയതിൽ വേറെ അതിൻ്റെതായിട്ടുള്ള റീസൺസും ഉണ്ട്. ഉം. ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി നമ്മുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ ഉം. എന്തൊക്കെ അവർക്ക് വാല്യൂസ് ഉണ്ടാവണം എന്നാണ് അപ്സരയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ? അല്ല ഇപ്പം ജെനുവിനിറ്റി മാത്രം മതിയോ? അല്ല, ജെനുവിനിറ്റി വേണം. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട് ചിലപ്പം പൊട്ടയായിരിക്കും, ഭയങ്കര തല്ലുപൊളിയായിരിക്കും. അപ്പൊ അവരെന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്യുമ്പോൾ ഞാൻ പറയും അത് നല്ലതല്ല കേട്ടോ എന്ന് ഞാൻ പറയും. പക്ഷെ ഒരിക്കലും അത് ചെയ്തതിന്റെ പേരിൽ ഞാൻ അവരെ മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് പോവുകയോ ഞാൻ ചെയ്യൂല. ഉം. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കും. ഉം. തിരിച്ച് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് കുറെ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു ഒരു സമയത്ത് നമ്മൾ ഇട്ടിട്ട് പോവരുത്. അത് പറഞ്ഞിട്ട് അത് നമ്മൾ പറയുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ആസ് എ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ അത് പറയും. ഇപ്പൊ എല്ലാം നമ്മളെ പറ്റി പുകഴ്ത്തുന്ന ആൾക്കാർ നല്ല ഫ്രണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇല്ല. ഒരാളല്ല. ഉം. നമ്മുടെ നെഗറ്റീവ്സും പറഞ്ഞു തരണം. ഉം. പക്ഷെ ആ നെഗറ്റീവ്സിന്റെ പേരിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരായിരിക്കരുത്. നമ്മുടെ കൂടെ ഉണ്ടാവണം. ഉം. നമ്മൾ ഉണ്ട്, പക്ഷെ നീ അത് മാറ്റിയാൽ നിനക്ക് നല്ലതായിരിക്കും ഉം. എന്ന് പറയുന്ന ആൾക്കാരെയാണ് എനിക്കിഷ്ടം. ഉം. ഞാൻ അങ്ങനെയാണ്. ഉം. അപ്പം ഇപ്പൊ ജെനുവിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജെനുവിനായിട്ട്, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്കിപ്പം അങ്ങനെ ആരെയും ഞാൻ വെക്കാറില്ല. പക്ഷെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് ആൾക്കാരെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് അത്ര ബെസ്റ്റ് അല്ല എന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എല്ലാ റിലേഷൻഷിപ്പിലും ഉം. ഇപ്പൊ ഈവൻ എൻ്റെ അമ്മയാണെങ്കിൽ പോലും എല്ലാ റിലേഷൻഷിപ്പിലും ഞാൻ ഇപ്പൊ എൻ്റെ മനസ്സിലൊരു കാര്യം വെച്ചിട്ടുണ്ട്. നാളെ അവർ പോയാലും ആഹ്, ഞാൻ വേറൊരു മോശം അവസ്ഥയിലേക്ക് പോകരുത്. ഓ. എല്ലാരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവൂല. ഉം. എപ്പോഴും ഉണ്ടാവൂല. ഉം. അപ്പൊ ആ ഒരു സാധനം മനസ്സിൽ ഉണ്ട്. പക്ഷെ ആ സാധനം മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു നമ്മുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് 100% ഇത്രയും നാളത്തെ പോലെ അപ്സരയുടെ 100% എന്തിനോടായിക്കോട്ടെ ഉം. ആ ഡെഡിക്കേഷൻ അപ്പൊ കൊടുക്കാൻ പറ്റും. ആ ഏഹ്, തോട്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ട്രിഗർ ചെയ്യില്ലേ? അല്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പം എനിക്ക് അങ്ങനെ ഒരാള് ഇപ്പം ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ വെച്ചോളൂ. എൻ്റെ അടുത്ത് അങ്ങനെ ആരോട് ഒരു അപ്രോച്ച് ചെയ്താല് ഞാൻ അവർക്ക് 100% ഞാൻ കൊടുക്കും. ഉം. പക്ഷേ മുമ്പ് എങ്ങനെയാന്ന് വെച്ചാ അവരെന്നെ വിട്ട് പോവില്ല. അവർ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നാളെ അവരില്ലാണ്ടായാ ഞാൻ ചത്തുപോകും. എനിക്ക് ഓക്കെ. പിന്നെ എനിക്ക് അവര് വേണം, എല്ലാത്തിനും വേണം.
ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയം തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ എനിക്ക് ഇങ്ങനെ വേണം. ഞാനൊരു യാത്ര പോയാൽ അവരെൻ്റെ കൂടെ വേണം. ഫുഡ് കഴിക്കാൻ എനിക്ക് അവർ വേണം. അല്ലെങ്കിൽ ഒരു വേറെ നല്ലൊരു മൊമെന്റ് ഉണ്ടായാൽ അവർ വേണം. ഞാൻ അങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എൻ്റെ ലൈഫ് ഞാൻ അവർക്ക് വേണ്ടി മാറ്റി വെക്കും. ഇപ്പം അങ്ങനെയല്ല, ഞാൻ അവരോട് കാണിക്കുന്ന സ്നേഹം സത്യമായിരിക്കും. അവരോട് കാണിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ആരല്ല അവരോട് കാണിക്കുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ അവർ നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനില്ല എന്ന് വെച്ചിട്ട് ഞാൻ പട്ടിണി കിടക്കില്ല, ഞാൻ കഴിക്കും. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മനസ്സിലായി. അവര് വന്നിട്ടേ കഴിക്കൂ. അവരില്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും, അന്നത്തെ ഫുഡ് കഴിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോ എന്റെ സമയങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ നടക്കും. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. കുറച്ചുകൂടെ നമ്മുടെ കാര്യത്തിന് ആ കുറച്ചുകൂടെ പ്രയോറിറ്റി പ്രയോറിറ്റി, ഞാൻ എന്റെ കാര്യത്തിൽ ഒട്ടും പ്രയോറിറ്റി കൊടുക്കാത്ത ഒരാളായിരുന്നു. ആയിരുന്നു. ഞാൻ എപ്പോഴും എന്ത് റിലേഷൻഷിപ്പിലും എന്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ പക്ഷെ അതിന്റെ ആവശ്യമില്ല. എല്ലാരും അത് പറയും. ഫസ്റ്റ് നമ്മളെ തന്നെ ആ നമ്മൾ സ്നേഹിച്ച് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ആ എന്നിട്ടേ ആവുള്ളൂ അതേതൊരു എന്നുവെച്ചാൽ വ്യക്തിയാണെങ്കിലും. അതെ, ഇപ്പൊ നാളെ അവരില്ലാണ്ടായാലും നമുക്ക് എനിക്ക് മുന്നോട്ട് പോയേ മുന്നോട്ട് പറ്റൂ. പോകണം. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ച ആൾക്കാരൊക്കെ ഒരു മൊമെന്റിൽ എത്തിയപ്പോൾ എന്നെ വിട്ടിട്ട് പോയപ്പോൾ എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോവാൻ. ഞാൻ അപ്പം അന്ന് അനുഭവിച്ച സ്ട്രഗിൾ എനിക്കേ അറിയുള്ളൂ. അപ്പൊ പക്ഷെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കരുത്. ഉം. മേ ബി നാളെ ഇവരാരും ഇല്ലാണ്ടായാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ അങ്ങനൊരു ഈ ഒരു എത്രയോ സെറ്റുകളിൽ എത്രയോ വ്യക്തികളായിട്ട് ഇടപഴകിയിട്ടുണ്ട്. ഉം, ഇത്രയും 16 വയസ്സ് മുതൽ തുടങ്ങിയതാണെങ്കിൽ ഉം, ഇപ്പൊ ഈ ഒരു ഇത്രയും നാളുകൊണ്ട് എന്തൊക്കെ എന്തൊക്കെ ആൾക്കാരെ ഏതൊക്കെ സ്വഭാവത്തിലുള്ളവരെ കണ്ടുപോയിട്ടുണ്ട്. ഉം, എല്ലാവരും ഒന്നും ഒരിക്കലും ഈ അപ്സരയുടെ പോലെ അപ്സരയ്ക്ക് സെറ്റ് ആവുമെന്ന് അപ്സരയ്ക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. ഉം, ഓക്കെ, എനിക്ക് ഇത് ഇവരുടെ എന്തോ എനിക്ക് ശരിയാന്ന് തോന്നുന്നില്ല. ഉം. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്താണെങ്കിൽ പോലും ഒരു സ്പേസ് ഇട്ടാണോ അപ്സര നിൽക്കുക, അതോ അങ്ങനത്തെ വ്യക്തികൾ വരുമ്പോൾ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണത്? ഞാൻ മുമ്പ് അങ്ങനത്തെ ഒരാളേ ആയിരുന്നില്ല. ഇപ്പോ എല്ലാവരുമായിട്ടും എല്ലാരുമായിട്ടും ഇപ്പോഴും അതെ. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാനിപ്പോ അവിടെ പോകുമ്പോൾ എല്ലാവരുമായിട്ടും വർത്താനം പറയാ, ചിരിക്കുക, അവിടെ എല്ലാവരുമായിട്ടും ആരാന്നേലും എല്ലാവരുമായിട്ടും സംസാരിക്കും ഞാൻ. കാരണം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ലൊക്കേഷനിലും സെറ്റിലെല്ലാം ഇപ്പൊ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ എല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാ, നല്ലപോലെ പെരുമാറുന്ന ആളാ, എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറച്ച് എന്താ പറയാ, ഒരു ഒരു ലിമിറ്റ് വെക്കും. മറ്റത് ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പം ഒരു ലൊക്കേഷനിൽ തന്നെ ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് 10 ദിവസം അടുത്ത് സംസാരിച്ചാൽ അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ടായി. ഉം. ബെസ്റ്റ് ഫ്രണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അവരെന്റെ സഹോദരിയായി. പിന്നെ എൻ്റെ ലൈഫിലുള്ള ഒരു പാർട്ടായി അവര്. ഉം. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആ സീരിയൽ കഴിഞ്ഞ പിന്നെ അവർക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. അന്നേരം എനിക്ക് ചിലപ്പോൾ എൻ്റെ മെച്യൂരിറ്റി കുറവായിരിക്കാം. ഉം. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ ഇവരിങ്ങനെ അല്ലല്ലോ കൊണ്ടുനടന്നത്. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ, എൻ്റെ സ്വന്തം ആളെ പോലെയല്ലേ ഞാൻ കണ്ടത്. പക്ഷെ ഇപ്പൊ അവർ അങ്ങനെ അല്ലല്ലോ. അങ്ങനൊരു വിഷമം എനിക്ക് വന്നു. ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ എല്ലാവരും സ്നേഹിക്കും. ജെന്യൂനായിട്ട് എന്നെ സ്നേഹിക്കും. ഇടയ്ക്ക് വിളിക്കും, കോണ്ടാക്ട് എല്ലാം ഉണ്ട്. പക്ഷെ അവരാണ് എൻ്റെ ലോകം. അവരില്ലെങ്കിൽ വേറൊരാളില്ല എന്നൊരു സാധനം കളഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ മുതൽ അഭിനയിച്ച സീരിയലുകളിൽ റിലേഷൻ നിങ്ങൾ എല്ലാവരുമായിട്ടും കോണ്ടാക്ട്സ് ഒക്കെ വെക്കുമായിരുന്നോ? ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ പിന്നെ ഞാൻ അല്ല, പിന്നെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടും ആ ആ അല്ലേ? ആ ആ. ഞാൻ ഇങ്ങനെ ആ. എന്റെ ലൈഫിലേക്ക് എടുക്കും അവരെ. ആ. ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ വെക്കും. ഉം. പക്ഷെ അതിന്റെ ആവശ്യം ആവശ്യമില്ല. ഉം. അത് നമുക്ക് വേദന അയ്യോ, കൂടുതൽ എനിക്ക് തരും. ഒത്തിരി വേദന മാത്രമേ തന്നിട്ടുള്ളൂ അതില്. ഒരുപാട് ആ. പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മൾ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഇത് മതി നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കും. നമ്മളെ അവരിങ്ങനെ അത്ര സ്നേഹിക്കണമെങ്കിൽ അല്ല, അത്രയും അവരുടെ കാര്യങ്ങൾ നമ്മൾ നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എത്ര അതെ, ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതെ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു ഇതിനു വേണ്ടി പറഞ്ഞല്ലേ, നമ്മൾ ഫുഡ് വരെ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം, നമ്മുടെ ബേസിക് കാര്യങ്ങൾ വരെ അവർക്ക് വേണ്ടി മാറ്റി വെച്ച് അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് അവർ അത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും. ആയിരിക്കണം. അപ്പം അത് നമുക്ക് കുറച്ചുപോലും തിരിച്ച് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റില്ല. ഉം. പിന്നെ ഇപ്പം വിചാരിച്ചു അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. നമ്മൾ ആ പാകപ്പെട്ടു. അതിലേക്ക് നമ്മളെ തന്നെ ഓക്കെ ഇത്ര ആഗ്രഹിച്ചാ മതി, ഉം. ഇത്ര പ്രതീക്ഷിച്ചാ മതി, അതെ, ഇത്ര ഇത് ചെയ്താൽ മതി അത്ര എന്നുള്ളൊരു കൊടുത്താൽ മതി, കൊടുത്താ അങ്ങോട്ടും മതി. അത്ര കൊടുത്താൽ മതി. ഉം. ഇപ്പം ഇപ്പം ഇവൻ എന്റെ മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ എനിക്കൊരു പേയ്മെന്റ് എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ വരുമോ, അവരുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും, എനിക്കും വരുമായിരിക്കും. ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന അവരുടെ അവർക്ക് കാര്യത്തിനായിരിക്കും. ഓ അപ്പം എനിക്ക് പക്ഷെ ഇതിൽ വിഷമം ഉണ്ടാവില്ല. ഞാനത് എൻജോയ് ചെയ്യാണ്. ഞാൻ അതിന് ഇഷ്ടപ്പെട്ട് വേണ്ടിയിട്ട് ചെയ്തു ഇഷ്ടപ്പെട്ട് കൊടുക്കാണ്. ചെയ്തു കൊടുത്തതാ. പക്ഷെ ഒരു പ്രാവശ്യമായി, രണ്ട് പ്രാവശ്യമായി, കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇത് അങ്ങോട്ട് വാങ്ങലുകൾ മാത്രമാവും. ഉം.
ഒന്നും നമുക്ക് അവരുടെ നല്ല സമയങ്ങൾ പോലും തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നില്ല. തരാത്തൊരു സിറ്റുവേഷൻ വരുമ്പം പിന്നെ നമുക്ക് സ്വയം തിരിച്ചറിവ് വരും. നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പം ആ അങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടിയപ്പോൾ ആരെയും ഓവറായിട്ട് വെക്കണ്ട. ഉം. എന്ന് വെച്ചാൽ സ്നേഹിക്കുക, ഉം. സ്നേഹിക്കുക. പക്ഷെ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചു. കുറയ്ക്കുക. അത് മണി ആണെങ്കിലും ടൈം ആണെങ്കിലും എന്താണേലും അവർക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ എൻ്റെതായിട്ടുള്ള ഒരു ബൗണ്ടറി വെച്ചു. ഉം. അത്ര മതി ഉം. എന്നൊരു സാധനം. അതാണ് എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ നെഗറ്റീവ്സ് എനിക്കറിയാം, ഉം. എൻ്റെ പോസിറ്റീവ്സും എനിക്കറിയാം. ഞാൻ ഒരാളെ എടുത്ത് ഭയങ്കരമായിട്ട് വെച്ചാൽ ഞാൻ അവരിൽ 100% അഡിക്റ്റ് ആയിപ്പോവും. കറക്റ്റ് എക്സാക്റ്റ് അതാ അഡിക്ഷൻ. ഭയങ്കര അഡിക്ഷനോ അങ്ങനെ അഡിക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പം അഡിക്ഷൻ വെക്കണ്ട ഒന്നിനോട്. നമ്മൾ എന്ത് ലോകത്ത് നമ്മൾ എന്ത് കാര്യത്തിൽ അഡിക്ഷൻ വെച്ചാലും ഡെഫിനറ്റ്ലി നോക്കിക്കോ നമുക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാവുള്ളൂ. എന്ത് കാര്യം ചേച്ചി ആലോചിച്ച് നോക്കും, നമുക്ക് എന്തിനോട് അഡിക്ഷൻ ഉണ്ടായാലും ഒരു 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 മൊമെന്റ് എത്തുമ്പോൾ നമുക്ക് അതിൽ വേദന ഉണ്ടാവും. വേദന ഉണ്ടാവും. എന്ത് കാര്യം, ഈവൻ ഒരു ഫുഡ് തന്നെ നമ്മൾ ഒരു സെയിം ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് നോക്ക്, അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കിട്ടിക്കഴിയുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് വരും. ഇപ്പം നല്ലൊരു ഫ്രൂട്ട്, എല്ലാ ഡോക്ടേഴ്സ് പറയും വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കണം എന്ന് പറയും. നമ്മൾ ആ വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് നോക്ക്, നമുക്ക് നെഗറ്റീവ്സ് അല്ലേ വരുള്ളൂ, ദോഷം വരില്ലേ. അത്രേ ഉള്ളൂ. അഡിക്ഷൻ കുറയ്ക്കുക. ഞാൻ ഭയങ്കര അഡിക്ഷൻ ഉള്ള ഒരാളാ എല്ലാ കാര്യത്തിലും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭയങ്കര അഡിക്ഷൻ ഉള്ള ആളാ. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അഡിക്ഷൻ കുറച്ചു. എക്സാക്റ്റ് അതാ. ഇപ്പൊ ഒരു സെലിബ്രിറ്റിയും കൂടി ആവുമ്പം ഇപ്പം എന്താ പറയാ, അപ്സരയുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പലരും എന്താ പറയാ അപ്സരനെ പോലെ അത് കാണാൻ ആഗ്രഹമുള്ളവരാണ് പ്രേക്ഷകർ, അത് അറിയാൻ ആഗ്രഹമുള്ളവരാണ് പ്രേക്ഷകർ. പ്രത്യേകിച്ചും ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അറിയാലോ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അത് അതിനോടുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് പല ചോദ്യങ്ങളും വരും. ഇപ്പൊ തന്നെ അപ്സര ഇതിനകത്തൊക്കെ കണ്ടതാണ്, നിങ്ങളിപ്പോൾ എന്താ സെപ്പറേറ്റ് ആയോ, എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്, നിങ്ങളുടെ ഇതാണോ, നിങ്ങളെ കാണുന്നില്ലല്ലോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് മാത്രമല്ലാണ്ട് പേഴ്സണൽ ലൈഫിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലയിടത്തുനിന്നും വരുമ്പോൾ അപ്സര എങ്ങനെയാ അതിനെ, അത് ഐ മീൻ വില്ലിങ് ആണോ അതിനൊക്കെ ഇങ്ങനെ? ഞാൻ റിയാക്ട് ചെയ്യാറില്ല. ഞാൻ നേരത്തെ ചേച്ചിയോട് പറഞ്ഞ പോലെ നമ്മൾ പറയണം, മീഡിയയിൽ വന്നിരുന്ന് പറയണമെങ്കിൽ നമ്മളെല്ലാം പറയണം. ഓ, ഇപ്പൊ നമുക്ക് അത് പറ്റില്ല, എനിക്കത് പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ പേഴ്സണൽ ലൈഫ് അത് എന്റെ ഇഷ്ടങ്ങളായിരുന്നു, എന്റെ ഇഷ്ടമായിരുന്നു. അപ്പം ആ ഒരു ഇഷ്ടം കൊണ്ട് ലൈഫിലേക്ക് എടുത്തതാ. അപ്പം ആ സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തിയപ്പോഴത്തേക്കും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്തതാണ്, മാറി നിൽക്കാമെന്ന് തീരുമാനം എടുത്തതാണ്. ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം മാറി നിന്നത്. അപ്പം ഒരിക്കലും എനിക്കൊരു ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും നെഗറ്റീവ്സ് മാത്രം പറയാൻ താല്പര്യമില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. പേഴ്സണൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മീഡിയാസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, മീഡിയാസിൽ നിൽക്കുന്ന ഒരാളാണ്. സി, എൻ്റെ നല്ലതായാലും മോശമായാലും ഞാൻ പറയുന്നത് മാത്രം ആൾക്കാർ അറിഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തുമില്ല. അല്ലാതെ അവർ കണ്ടെത്തിയാല് അവര് പറഞ്ഞോട്ടെ, ഞാൻ റിയാക്ട് ചെയ്യാൻ പോകാറുമില്ല. അങ്ങനത്തെ ചോദ്യങ്ങളെ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഇരുന്നിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഇല്ല. അയ്യോ, എനിക്ക് സോഷ്യൽ മീഡിയയിലെ സീരിയസ്ലി ഞാൻ ഫോൺ ചെക്ക് ചെയ്തിട്ട് ഞാൻ വരെ ഷോക്ക്, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ന്യൂസായിട്ട് വിത്ത് ഫോട്ടോ അടക്കം വരിക. അപ്പൊ നമ്മള് ഇപ്പം വേറെ ആൾക്കാരെ വെച്ച് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും ഒരു രീതിയിൽ തരത്തിലും ബന്ധമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പൊ ഇവൻ എന്റെ കല്യാണം എന്ന് പറയാ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഗോസിപ്സ് വരിക. ഇപ്പൊ എന്റെ ഫാമിലി ലൈഫ് തന്നെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ, എന്റെ ഫാമിലി ലൈഫ് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും മീഡിയാസിൽ വേറെ വേറെ ക്യാപ്ഷൻസ് ഇട്ടിട്ട് വരിക. റിയാക്ട് ചെയ്യണമെങ്കിൽ ഇതിലെല്ലായിടത്തും നമ്മൾ നടന്ന് റിയാക്ട് ചെയ്യേണ്ടി വരും. എനിക്ക് താല്പര്യമില്ല, സമയമില്ല. ഇപ്പം നമ്മളെ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അത് വീണ്ടും വീണ്ടും പറയാനുള്ള ടെൻഡൻസി കൂടുന്നത്. നമ്മൾ ഇഗ്നോർ ചെയ്താൽ ഒരു പരിധി കഴിയുമ്പോൾ അവർ തനിയെ നിർത്തിക്കോളും. പിന്നെ തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഞാൻ റിയാക്ട് ചെയ്യും. അല്ലാതെ എല്ലാത്തിലും പോയി ഞാൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരാളല്ല, എനിക്ക് ഇഷ്ടമല്ല അത്. മീഡിയയിലുള്ള ഇതെങ്ങനെ, വളരെ ആക്റ്റീവ് ആണ് അല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ആക്റ്റീവ് അല്ല, പക്ഷെ ആക്റ്റീവ് ആണ്. പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ എനിക്ക് ഇഷ്ടമല്ല. അതാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ചേച്ചി. കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പോ.
ഉം. കാരണം ഭയങ്കര റോങ് ആയിട്ട് ഇപ്പൊ നമ്മളിന്റെ ഒരു ഇനാഗുറേഷൻ സീരിയസ്ലി ഞാൻ പറയാം, എല്ലാ മീഡിയാസിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ മെജോറിറ്റി ആൾക്കാർ നമ്മൾ ഇനാഗുറേഷന് പോകുമ്പോൾ പോലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് പോലും ഇപ്പൊ ഇട്ടു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പോണത്. സീരിയസ്ലി ഇപ്പം 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 സീരിയല് തന്നെ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഞാൻ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ഒരു സീരിയലിൽ തന്നെ ഒരു ക്യാമറ പൊസിഷൻ വെക്കുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിപ്പോ ഈ പില്ലോ വെച്ചിരിക്കണം, എന്താ അറിയോ, എനിക്ക് പേടിയാണ്. കാരണം ഇപ്പൊ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇത് ഔട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒട്ടും ചിന്തിക്കുക പോലും ചെയ്യാത്ത ചെയ്യാത്ത കാര്യങ്ങള് ഈ ഒരു എപ്പിസോഡ് വരുന്ന സമയത്ത് മറ്റുള്ളവർ കണ്ട ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്ന പോർഷൻസ് മാത്രം കട്ട് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ സൂം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ. എന്റെ അല്ലെങ്കിൽ കൂടി അതെ വേറെ ഉണ്ടായിട്ടുണ്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കും, അപ്പൊ നാളെ എനിക്കും വരാം. വരാലോ. അപ്പം ഞാൻ പണ്ട് ഇനാഗുറേഷനൊക്കെ പോകുമ്പോ ഭയങ്കര ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ട് നിൽക്കും. പിന്നെ പിന്നെ നോക്കുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ക്യാമറന്റെ ആംഗിൾ വെക്കുക. ഇപ്പം ഒരു ഇനാഗുറേഷന് പോകുമ്പോ തന്നെ ഇപ്പൊ എത്ര മീഡിയാസ് വന്നാലും ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്, അവർക്കൊക്കെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അവർ വരുന്ന അവരുടെ ക്യാമറയുടെ ആംഗിൾ വെക്കുന്ന രീതി എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. കാരണം വളരെ മോശമായ രീതിയിൽ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നും, അവരെ മാറ്റി നിർത്താൻ തോന്നും. അപ്പൊ എനിക്ക് അതുകൊണ്ട് സോഷ്യൽ മീഡിയ എനിക്കിപ്പം എന്തോ ഭയങ്കര ഒരു അതാണ് കുറെ ആൾക്കാർ അതിന്റെ നല്ല വശമുണ്ട്, അതിന്റെ മോശം സൈഡ്. ചില ആൾക്കാർ അതിന്റെ മോശം സൈഡ് അല്ലെ. വല്ലാണ്ട് അങ്ങ് ഇതാക്കും. രമ്യ ചേച്ചി ഇപ്പൊ എന്റെ ഫ്രണ്ട് നിൽക്കുമ്പോ ഭയങ്കര രസമായിട്ടായിരിക്കുന്നത്, പക്ഷെ എനിക്കിത് വൾഗറായിട്ടും കാണിക്കാം, എനിക്ക് വേണമെങ്കിൽ വൾഗറായിട്ട് കാണിക്കാം. പക്ഷെ ഇപ്പം എല്ലാരും പറയണത് ആൾക്കാർക്ക് ഇഷ്ടമാണുള്ളത്. ലോകത്തെ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഈ സാധനം കാണിച്ചാൽ ഇന്നത് കാണിച്ചാലാണ് ഞങ്ങൾക്ക് അട്രാക്ഷൻ എന്ന് ആരും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ കാണിക്കുന്നത് അവർക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫോണിലൊരു സാധനം വരികയാന്നേ, അന്നേരം ഈ സാധനം വരുമ്പോഴത്തേക്കും ഇപ്പൊ ഓപ്ഷൻ ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന പോലെ ഇതിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഫോണിൽ വരുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അന്നേരം ഇവരിത് ഇട്ട് കൊടുക്കുമ്പോൾ ജനങ്ങൾ ഇത് കാണുന്നതാണ്. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, ലോകത്തുള്ള എല്ലാവരും നല്ലതല്ലല്ലോ. എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, അതിൻ്റെ താഴെ വന്നിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിലും കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. നിങ്ങൾ നല്ലത് കൊടുത്താൽ അവർ നല്ലത് കാണും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞോളൂ, ഇപ്പൊ രമ്യ ചേച്ചി ഇങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര മാന്യമായിട്ട് ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ കാണിക്കാം. പക്ഷെ ഇതേ ലുക്കിൽ തന്നെ വളരെ വൾഗറായിട്ടുള്ള രീതിയിലും എനിക്ക് കാണിക്കാൻ പറ്റും. പക്ഷെ അത് ഏത് കാണിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ഇപ്പൊ മെജോറിറ്റി മീഡിയാസും അങ്ങനെ മെജോറിറ്റി ചേച്ചി കണ്ടാലും അറിയാം, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒപ്പീനിയനാണിത്. നമ്മൾ എത്ര ഇതായിട്ട് പോയാലും, അല്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷെ മാന്യമായിട്ട് പോയാൽ പോലും അതിന് വൾഗറായിട്ടുള്ള രീതിയിൽ പുറത്ത് കാണിക്കുന്ന ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ്. നമ്മളൊന്നും വിചാരിക്കാത്തതാണ് ചിലപ്പോൾ വന്നു പോകുന്നത്. നമ്മൾ ഒട്ടും ചിന്തിക്കാതെ പോലും ഇപ്പൊ ഒരു ഇനാഗുറേഷൻ അല്ലെങ്കിൽ വേറൊരു പബ്ലിക് ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് നിൽക്കുന്നതൊക്കെ ആയിരിക്കും, മര്യാദയ്ക്ക് നിൽക്കുന്ന എടുക്കില്ല. നമ്മൾ അല്ലാതെ രീതിയിലൊക്കെ നിൽക്കുമ്പോൾ അവർ അത് മാത്രം സൂം ചെയ്ത് എടുത്തിട്ട് അപ്പൊ ആൾക്കാർ എന്തൊരു വൃത്തികേടാണ്, ഇവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്, അവർക്ക് കുറച്ചു ഇതായിട്ടിട്ടൂടെ. പക്ഷേ നോർമൽ കാണുമ്പോ അങ്ങനെ അല്ല. ഇപ്പൊ എനിക്കത് പറഞ്ഞപ്പോ ഓർമ്മ വന്നത് നമ്മുടെ ഇപ്പത്തെ ആറ്റുകാൽ പൊങ്കാലയില് അത് ഭയങ്കര ദൈവികമായിട്ടുള്ള എല്ലാരും പോയിട്ട് പ്രാർത്ഥിച്ചു ചെയ്യുന്നു. നമ്മൾ അന്നേരം അവിടെ അവിടെ ഉണ്ടാക്കുകയാണ്, കുക്ക് ചെയ്യാണ്, നമ്മൾ അതൊന്ന് സ്ത്രീകൾ അവിടെ അങ്ങനെയല്ലേ അത് ചെയ്യുന്നത്. അതിനെ എത്ര മോശമായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെയാണോ സെലിബ്രിറ്റി, പ്രത്യേകിച്ച് എല്ലാം ഈ സെലിബ്രിറ്റീസിനാണ് വരുന്നത്, ഇങ്ങനെയാണോ നിൽക്കുന്നത്. സെലിബ്രിറ്റീസിനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പോഴാ കുറെ ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം സാരി ഉടുത്തിട്ട് തന്നെ അവരിങ്ങനെ അരി ഇടുന്ന സമയത്ത് അവരുടെ സാരീസ് മാറിയിട്ട് അങ്ങനത്തെ പോർഷൻസ് ഒക്കെ വീഡിയോസിൽ വന്നത്. അതിനു മുമ്പ് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മീഡിയയിൽ വന്നത് അവരിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഈ അരി ഇടുമ്പോൾ അവരുടെ പേഴ്സണൽ ഇതായിട്ടുള്ളതാണ് അവർ കണ്ടത്. അപ്പൊ എന്തിനാണ് അവർ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നേ? അതിനു മുമ്പ് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതൊന്നും വന്നിട്ടില്ല. ഈ ഒരു സാധനം മാത്രം പോസ്റ്റ് ചെയ്തു. പക്ഷെ അപ്പൊ തെറിവിളി കിട്ടുന്നതൊക്കെ ഇവർക്കാ. അവരതിലും വേറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ആ ഒരു മൊമെന്റിൽ ചിലപ്പോ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. ചിലപ്പോ അങ്ങനെ തന്നെ വിചാരിച്ച് ചിലപ്പോ കാണിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം, വാട്ട് മേ ബി. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലേ. എന്നാ നിങ്ങൾ എല്ലാം ഇടും.
എന്നാൽ നിങ്ങൾ എല്ലാം പോസ്റ്റ് ചെയ്യണം, അത് ചെയ്യില്ല. ഈ ഒരു സാധനം മാത്രം എടുത്തില്ല എന്നിട്ട് പറയും ആൾക്കാർക്ക് കാണാൻ ഇത് ഇഷ്ടമാണെന്ന്. ഏത് ആൾക്കാരാണ് അത് പറയുന്നത് എനിക്കറിയില്ല, ഒരാൾക്കാരും അത് പറയത്തുമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നവർക്ക് അത് കണ്ടേ പറ്റൂ. നല്ലത് കൊടുത്താൽ നല്ലത് കാണും. അപ്പൊ ആ ഒരു സാധനത്തിൽ ശരിക്കും ഞാൻ പറയാം, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ആ ഒരു കാര്യത്തിൽ മീഡിയാസിൽ അങ്ങനെ ഒരു കൺട്രോൾ വരണം എന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശക്തമായ ഒരു ഇത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.